ദുർവാസാവ് മഹർഷിയെ വധിക്കാൻ പുറകെ വന്ന സുദർശന ചക്രം 3 ലോകങ്ങളിലും ഓടി നടന്നിട്ടും രക്ഷയില്ല. ബ്രഹ്മാവും മഹാദേവനും അദ്ദേഹത്തെ കൈവിട്ടു. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പോലും പറഞ്ഞു, എനിക്ക് നിന്നെ രക്ഷിക്കാനാവില്ല ദുർവാസാവ് മഹർഷി. ലോകത്തെ വിറപ്പിച്ച ഒരു മുനിയെ വെറും ഒരു രാജാവിന്റെ കാൽക്കൽ വീഴാൻ പ്രേരിപ്പിച്ച ആ വിസ്മയ കഥ. സ്വർഗത്തെ പോലും വിറപ്പിക്കാൻ ശേഷിയുള്ള ശാപങ്ങൾ നൽകുന്ന ദുർവാസാവ് മഹർഷി സ്വന്തം ജീവന് വേണ്ടി യാചിക്കുകയാണ്. 3 ലോകങ്ങളിലും അഭയം തേടി ഒരു വർഷമായി അദ്ദേഹം ഓടുന്നു. ബ്രഹ്മാവ് കൈവിട്ടു. മഹാദേവൻ നിസ്സഹായത പ്രകടിപ്പിച്ചു. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാനാവുകയില്ല. എന്താണ് ദുർവാസാവ് ചെയ്ത ആ വലിയ തെറ്റ്? സൂര്യവംശത്തിലെ പ്രതാപിയായ രാജാവായിരുന്നു അംബരീഷ മഹാരാജാവ്. സമ്പത്തും അധികാരവും കൈമുതൽ ഉണ്ടായിരുന്നുവെങ്കിലും ഭഗവാൻ നാരായണനോടുള്ള അചഞ്ചലമായ ഭക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ കരുത്ത്. അംബരീഷ മഹാരാജാവ് അതീവ നിഷ്ഠയോടെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. വ്രതം അവസാനിപ്പിക്കേണ്ട കൃത്യ സമയത്ത് തന്നെ അത് ചെയ്യണം എന്നതായിരുന്നു നിയമം. ഒരു നിമിഷം വൈകിയാൽ വ്രതം ഭംഗപ്പെടും. ആ നിർണായക നിമിഷത്തിലാണ് ദുർവാസാവ് മഹർഷി അംബരീഷ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തിയത്. രാജാവ് അദ്ദേഹത്തെ ഭക്തിപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, മഹർഷി, അങ്ങ് നദിയിൽ പോയി സ്നാനം ചെയ്തു വരിക, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. എന്നാൽ ദുർവാസാവ് മഹർഷി മനഃപൂർവ്വം നദിയിൽ സമയം വൈകിപ്പിച്ചു. സമയം അതിക്രമിച്ചു കൊണ്ടിരുന്നു. ഭക്ഷണം കഴിച്ചാൽ അതിഥിയെ അപമാനിക്കുന്നതിന് തുല്യമാകും. കഴിക്കാതിരുന്നാൽ വ്രതം മുടങ്ങും. മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം അംബരീഷ മഹാരാജാവ് ഒരു പോംവഴി കണ്ടെത്തി. അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല. പകരം ഒരു തുള്ളി തുളസി തീർത്ഥം മാത്രം പാനം ചെയ്തു. ഇത് വ്രതം മുടങ്ങാതെ സൂക്ഷിക്കാനും എന്നാൽ അതിഥിക്ക് മുൻപേ ആഹാരം കഴിക്കാതിരിക്കാനുമുള്ള വഴിയായിരുന്നു. തിരികെ എത്തിയ ദുർവാസാവ് മഹർഷി ഇതറിഞ്ഞ് ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ അപമാനിച്ചിരിക്കുന്നു അംബരീഷ രാജാവേ എന്ന് അലറിക്കൊണ്ട് അദ്ദേഹം തന്റെ ജടയിൽ നിന്ന് ഒരു മുടിയിഴ പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്ന് ഭീമാകാരമായ ഒരു രാക്ഷസൻ ജന്മമെടുത്തു. ആ രാക്ഷസൻ അംബരീഷ മഹാരാജാവിനെ വധിക്കാനായി പാഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം പേടിക്കാതെ നാരായണ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആകാശം പിളർന്ന് നാരായണ ഭഗവാന്റെ സുദർശന ചക്രം അവിടെ പ്രത്യക്ഷമായി. നിമിഷ നേരം കൊണ്ട് അത് രാക്ഷസനെ ഭസ്മമാക്കി. എന്നാൽ സുദർശന ചക്രം അവിടെ നിർത്തിയിരുന്നില്ല. അത് നേരെ ദുർവാസാവ് മഹർഷിയുടെ നേരെ തിരിഞ്ഞു. ഭയന്നു വിറച്ച മുനി ബ്രഹ്മാവിനെ സമീപിച്ചു. ഇത് നാരായണന്റെ ആയുധമാണ്, എനിക്കത് തടയാനാവുകയില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം മഹാദേവന്റെ അടുത്തെത്തിയപ്പോൾ തന്റെ ത്രിശൂലം പോലും സുദർശന ചക്രത്തിന് മുന്നിൽ തലകുനിക്കുമെന്ന് അദ്ദേഹം മറുപടി നൽകി. ഒടുവിൽ ഭയന്നു വിറച്ച് ദുർവാസാവ് മഹർഷി മഹാവിഷ്ണുവിന്റെ അരികിലെത്തിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ലയോ ദുർവാസാവ് മഹർഷി, ഞാൻ എന്റെ ഭക്തർക്ക് അധീനനാണ്. അംബരീഷ് മഹാരാജാവിന് മാത്രമേ ഇനി അങ്ങയെ രക്ഷിക്കാനാകൂ. 1 വർഷത്തെ പരക്കം പാച്ചിലിന് ശേഷം തീർത്തും തളർന്ന ദുർവാസാവ് മഹർഷി അംബരീഷ മഹാരാജാവിന്റെ പാദങ്ങളിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. ആ നിമിഷം സുദർശന ചക്രം ശാന്തമാവുകയും തുടർന്ന് വിഷ്ണു ഭഗവാന്റെ അരികിൽ എത്തുകയും ചെയ്തു. ഭക്തന്റെ വിനയവും ഈശ്വരന്റെ സംരക്ഷണവും വിളിച്ചോതുന്നതായിരുന്നു ആ കാഴ്ച. നാരായണ ഭക്തി ദുർവാസാവ് മഹർഷിയുടെ അഹങ്കാരം മാറ്റിയ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.